വെൽക്കം ടു ഓൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയിൽ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പീരിയോഡിക് ടേബിൾ എപ്പോഴും ചോദിക്കാറുണ്ട് അല്ലേ PSC. അപ്പോൾ നമുക്ക് പീരിയോഡിക് ടേബിൾ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പറയുന്നത് പീരിയോഡിക് ടേബിളിൻ്റെ പിതാവ് ആരാന്നൊക്കെ അറിയോ? നമുക്ക് നോക്കാം. എന്താണ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്? പീരിയോഡിക് ടേബിളിൻ്റെ പിതാവ് ആരാണ് പീരിയോഡിക് ടേബിൾ കണ്ടെത്തിയത്? മൂലകങ്ങളുടെ ആദ്യകാല വർഗീകരണ ശ്രമങ്ങളും ആറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിൽ ദിമിത്രി ഇവാനോവിച്ച് മെൻഡലീഫ് ആവിഷ്കരിച്ച പീരിയോഡിക് നിയമവും നിങ്ങൾക്ക് പരിചിതമാണ് അല്ലേ? മെൻഡലീഫാണ് ആദ്യമായിട്ട്. അപ്പോൾ പീരിയോഡിക് ടേബിളിൻ്റെ പിതാവ് ആരാണ്? മെൻഡലീഫാണ് ആദ്യമായിട്ട് ആറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിൽ ദിമിത്രി ഇവാനോവിച്ച് മെൻഡലീഫ് ആവിഷ്കരിച്ച പീരിയോഡിക് നിയമം നിങ്ങൾക്ക് പരിചിതമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പീരിയോഡിക് ടേബിളിന് കുറേ വ്യക്തമായ ധാരണ ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? അപ്പോൾ 1869 മെൻഡലീഫ് പീരിയോഡിക് ടേബിൾ തയ്യാറാക്കുമ്പോൾ ആറ്റം ഘടനയെക്കുറിച്ചോ ആറ്റത്തിൻ്റെ ഘടകങ്ങളെക്കുറിച്ചോ വ്യക്തമായ ധാരണ രൂപപ്പെട്ടിരുന്നില്ല. എന്നിരുന്നാലും മെൻഡലീഫ് പീരിയോഡിക് ടേബിളിന് ധാരാളം മേന്മകളും ഉണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റായിട്ട് കുറേ ആറ്റത്തിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ആറ്റത്തിലെ കണങ്ങളെ കുറിച്ചിട്ടൊന്നും വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിന് ധാരാളം മേന്മകളുണ്ട്. മെൻഡലീഫ് പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ വിന്യസിച്ചിരിക്കുന്ന ആറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ പറഞ്ഞ ആറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിലാണ് മെൻഡലീഫ് പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങൾ വിന്യസിച്ചിരിക്കുന്നത്. ഐസോടോപ്പുകൾക്ക് വ്യത്യസ്ത ആറ്റോമിക് മാസ് ആയതിനാൽ അവയ്ക്ക് ഓരോന്നിനും പീരിയോഡിക് ടേബിളിൽ പ്രത്യേക സ്ഥാനം നൽകേണ്ടതല്ലേ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് പറഞ്ഞത്? ആറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഐസോടോപ്പുകൾക്ക് വ്യത്യസ്ത ആറ്റോമിക് മാസ് ആണ് അല്ലേ? ഐസോടോപ്പുകൾക്ക് വ്യത്യസ്ത ആറ്റോമിക് മാസ് ആയ കാരണം ഇവർക്കും വേറൊരു പീരിയോഡിക് ടേബിളിൽ ഒരു പ്രത്യേക സ്ഥാനം നൽകേണ്ടതല്ലേ എന്നൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകൾ ഏതൊക്കെയാണ്? ഹൈഡ്രജൻ 1, 2, 3 അല്ലേ? മെൻഡലീഫ് പീരിയോഡിക് ടേബിൾ പ്രകാരം ആറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിൽ ഇവയിൽ ഓരോന്നിനും പ്രത്യേക സ്ഥാനം നൽകാൻ സാധ്യമല്ല. അറിയാലോ അല്ലേ? ഹൈഡ്രജൻ 3 ഐസോടോപ്പ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് പീരിയോഡിക് ടേബിൾ ആക്കാനായിട്ട് സാധ്യമല്ല. അപ്പോൾ ഹൈഡ്രജൻ എന്ന് പറയുന്നത് അതായത് പ്രോട്ടീൻ, ഡ്യൂറ്റീരിയം, ട്രിഷ്യം എന്നിങ്ങനെ 3 എന്താണുള്ളത്? ഹൈഡ്രജൻ ഐസോടോപ്പുകളാണ്. ഹെൻറി മോസ്ലി തൻ്റെ എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണങ്ങളിലൂടെ മൂലകങ്ങളുടെ ഗുണങ്ങൾ പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്നത് ആറ്റോമിക് മാസിനെയല്ല ആറ്റോമിക് നമ്പറിനെയാണെന്ന് കണ്ടെത്തി. അപ്പോൾ ആരാണ് ആധുനിക് പീരിയോഡിക് ടേബിളിൻ്റെ പിതാവ് എന്ന് പറയുന്നത്? മോസ്ലിയാണ്. മോസ്ലി എന്താണ് പറഞ്ഞത്? ആറ്റോമിക് മാസ് അല്ല ആറ്റോമിക് നമ്പറാണ് എന്ത് പറയുന്നത്? മൂലകത്തിൻ്റെ ഗുണങ്ങൾ പ്രധാനമായിട്ടും ആശ്രയിച്ചിരിക്കുന്നത് എന്താണ്? ആറ്റോമിക് നമ്പറിനെയാണെന്ന് മനസ്സിലായി. തുടർന്ന് അദ്ദേഹം മെൻഡലീഫിൻ്റെ പീരിയോഡിക് നിയമം പരിഷ്കരിക്കുകയാണ്. ഇതാണ് ആധുനിക പീരിയോഡിക് നിയമം എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ആധുനിക പീരിയോഡിക് നിയമം എന്ന് പറയുന്നത്? മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ ആറ്റോമിക് നമ്പറിൻ്റെ ആവർത്തന ഫലങ്ങളാണ്. മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ ആറ്റോമിക് നമ്പറിൻ്റെ ആവർത്തന ഫലങ്ങളാണ്. ഇതാണ് ഹെൻറി മോസ്ലി എന്ന് പറയുന്ന ആൾ. ആധുനിക പീരിയോഡിക് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മോസ്ലി മൂലകങ്ങളെ ആറ്റോമിക് നമ്പറിൻ്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിക്കുകയും ആധുനിക പീരിയോഡിക് ടേബിളിന് രൂപം നൽകുകയും ചെയ്തു. അപ്പോൾ എന്താണ് പറയുന്നത്? മോസ്ലി എന്ന് പറയുന്ന ആൾ ആറ്റോമിക് നമ്പറിൻ്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ചു. അതുപോലെ തന്നെ ആധുനിക പീരിയോഡിക് ടേബിളിൽ നിന്ന് നൽകിയ ഒരു രൂപം നൽകുകയും ചെയ്തു. അപ്പോൾ എന്താണ് ആധുനിക പീരിയോഡിക് ടേബിളിൻ്റെ മേന്മകൾ എന്ന് പറയുന്നത്? നമുക്ക് നോക്കാം. ഗുണങ്ങളിൽ വ്യത്യാസമുള്ള ചില മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയെന്ന മെൻഡലീഫ് പീരിയോഡിക് ടേബിളിൻ്റെ ഒരു പരിമിതിയാണ് അല്ലേ? ഗുണങ്ങളിൽ വ്യത്യാസമുള്ള വ്യത്യസ്ത ഗുണമുള്ള ചില മൂലകങ്ങളൊക്കെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ന് പറയുന്നത് മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ ഒരു പോരായ്മയാണ്. അപ്പോൾ സോഡിയം, പൊട്ടാസ്യം മുതലായ മൃദുലോഹങ്ങളോടൊപ്പം കോപ്പർ, സിൽവർ തുടങ്ങിയ കാഠിന്യം കൂടിയ ലോഹങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തത്? സോഡിയം, പൊട്ടാസ്യം എന്ന് പറയുന്നത് മൃദുലോഹങ്ങളാണ്. കാഠിന്യം കൂടിയ ലോഹങ്ങളാണ് കോപ്പർ, സിൽവർ എന്ന് പറയുന്നതൊക്കെ അത് ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എങ്ങനെ? ആധുനിക പീരിയോഡിക് ടേബിളിൽ സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ ഒരു ഗ്രൂപ്പിൽ തന്നെ ഉൾപ്പെടുത്താൻ മോസ്ലി ശ്രദ്ധിച്ചു. അപ്പോൾ ആധുനിക പീരിയോഡിക് ടേബിൾ ആയപ്പോൾ എന്ത് സംഭവിച്ചു? ഒരേ ഗുണങ്ങളുള്ളവരെ ഒരേ ഗ്രൂപ്പിലാക്കുന്നതിന് വേണ്ടി അദ്ദേഹം ശ്രദ്ധിച്ചു. അതിനാൽ ഒരു മൂലകത്തിൻ്റെ ഗുണങ്ങൾ അറിയാമെങ്കിൽ അതേ ഗ്രൂപ്പിൽപ്പെട്ട മറ്റു മൂലകങ്ങളുടെ ഗുണങ്ങളെക്കുറിച്ചും ധാരണ ലഭിക്കും. അപ്പോൾ ആദ്യത്തെ 2 മൂലകങ്ങൾ അല്ലെങ്കിൽ ഒരു മൂലകത്തിൻ്റെ ഗുണം അറിയാമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ മൂലകങ്ങളും സെയിം സ്വഭാവമാണെന്ന് നമുക്ക് മനസ്സിലായി. എന്നാൽ നമ്മളെ മെൻഡലീഫ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ഓരോരുത്തർക്കും വ്യത്യസ്ത സ്വഭാവങ്ങളായിരുന്നു. പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു, അതുപോലെ തന്നെ മനസ്സിലാക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? എന്നാൽ മോസ്റ്റ്ലി എന്താ ചെയ്തത്? എല്ലാത്തിനും ഒരേ ഗുണങ്ങളുള്ളവയെ ഒരേ ഗ്രൂപ്പിൽ തന്നെ ആക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഓരോ എണ്ണത്തിൻ്റെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള എല്ലാ ആറ്റങ്ങളുടെയും സ്വഭാവം മനസ്സിലാക്കുന്നതിനായിട്ട് പറ്റി.
നെക്സ്റ്റ് എന്ന് പറയുന്നത് ആധുനിക പീരിയോഡിക് ടേബിളിൽ അറ്റോമിക് നമ്പറിൻ്റെ ആരോഹണ ക്രമത്തിൽ മൂലകങ്ങളെ വിന്യസിച്ചിരിക്കുന്നത് കൊണ്ട് ഒരേ മൂലകത്തിൻ്റെ ഐസോടോപ്പുകൾക്ക് വ്യത്യസ്ത സ്ഥാനം നൽകാൻ കഴിയുന്നില്ല എന്ന മെൻഡലീഫ് പീരിയോഡിക് ടേബിളിൻ്റെ പരിമിതി പരിഹരിക്കാൻ കഴിഞ്ഞു. അപ്പോൾ എന്താ പറയുന്നത്, ആധുനിക പീരിയോഡിക് ടേബിളിൽ അറ്റോമിക് നമ്പറിൻ്റെ ആരോഹണ ക്രമത്തിലാണ് മൂലകങ്ങളെ വിന്യസിച്ചിരിക്കുന്നത്. അത് കാരണം നമുക്ക് എന്ത് പറയാം, ഐസോടോപ്പുകൾക്ക് എന്ത് പറഞ്ഞു, ഐസോടോപ്പുകൾക്ക് വ്യത്യസ്ത സ്ഥാനം നൽകാൻ കഴിയില്ല എന്നാണ് മെൻഡലീഫ് പറഞ്ഞത്. പക്ഷേ അതൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് എന്തിനു പറ്റി, ഇത് അറ്റോമിക് നമ്പറിൻ്റെ കേസിൽ നമ്മൾ ഈ മൂലകങ്ങളെ വർഗീകരിച്ചിരുന്ന കാരണം മനസ്സിലാക്കാനായിട്ട് പറ്റി. അറ്റോമിക് മാസിൻ്റെ ആരോഹണക്രമം എല്ലായിടത്തും കൃത്യമായി പാലിക്കപ്പെട്ടിട്ടില്ല എന്നത് മെൻഡലീഫ് പീരിയോഡിക് ടേബിളിൻ്റെ മറ്റൊരു പരിമിതിയാണ്. എന്താ പറയുന്നത്, അറ്റോമിക് മാസിൻ്റെ ആരോഹണക്രമം എല്ലായിടത്തൊന്നും പാലിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, ചിലയിടത്തൊക്കെ വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആർഗണിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 40 എന്നാൽ മൂലകത്തിന് ശേഷമാണ് പൊട്ടാസ്യത്തിൻ്റെ അറ്റോമിക് മാസ് 39. അപ്പോൾ ആർഗണിന് ശേഷമായിരുന്നു പൊട്ടാസ്യം മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിളിൽ വന്നിരുന്നത്. എന്നാൽ ആധുനിക പീരിയോഡിക് ടേബിളിൽ അറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വിന്യസിച്ചിരിക്കുന്നതിനാൽ അറ്റോമിക് മാസിൻ്റെ ഇത്തരത്തിലുള്ള ക്രമരാഹിത്യം പ്രസക്തമല്ല. അപ്പോൾ അറ്റോമിക് മാസിനാകുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, അറ്റോമിക് നമ്പറാണ് അറ്റോമിക് മാസമായിരുന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തരംതിരിച്ചിട്ട് മെൻഡലീഫ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ അറ്റോമിക് നമ്പർ ആക്കിയപ്പോൾ അതൊന്നും അതിൻ്റെ ക്രമരഹിതം ഒരു പ്രസക്തമായിരുന്നില്ല എന്നാണ് പറയുന്നത്. പീരിയോഡിക് ടേബിളിൽ വിലങ്ങനെയുള്ള നിരകളെയാണ് പീരീഡുകൾ എന്ന് പറയുന്നത്. വിലങ്ങനെയുള്ള നിരകളെയാണ് പീരീഡുകൾ എന്ന് പറയുന്നത്. കുത്തനെയുള്ള ഗോളങ്ങളെയാണ് ഗ്രൂപ്പുകൾ എന്ന് വിളിക്കുന്നത്. ഒരേ ഗ്രൂപ്പിലുള്ള മൂലകങ്ങൾ രാസഭൗതിക സ്വഭാവങ്ങളിൽ സമാനത പ്രകടിപ്പിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഒരേ ഗ്രൂപ്പിലുള്ള മൂലകങ്ങളിൽ ഒരേ സ്വഭാവമായിരിക്കും പ്രകടിപ്പിക്കുന്നത്. വിലങ്ങനെയുള്ള നിരകളെയാണ് പീരീഡുകൾ എന്ന് പറയുന്നത്. കുത്തനെയുള്ള ഗോളങ്ങളെയാണ് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. പീരിയോഡിക് ടേബിൾ നൽകിയിട്ടുണ്ട് അല്ലേ. ഇവിടെ ഹൈഡ്രജൻ ആണ് ആദ്യത്തെ മൂലകം. ഹൈഡ്രജൻ താഴെ നോക്കി ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. അപ്പോൾ പീരീഡ് എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. പീരീഡ് എന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞു, ഇങ്ങനെ പോകുന്നതാണ് അല്ലേ, ഇങ്ങനെ പോകുന്നത് വിലങ്ങനെ പോകുന്നതാണ് പീരീഡുകൾ എന്ന് പറയുന്നത്. ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നതിനെയാണെന്ന് പറയുന്നത് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എത്ര ഗ്രൂപ്പുകളുണ്ട്, 18 ഗ്രൂപ്പുകളാണല്ലേ ഉള്ളത്. എത്ര പീരീഡ് ഉണ്ട്, 1 2 3 4 5 6 7 8 8 9 ഒന്നും ഇല്ല, ഇത് രണ്ടും കൂടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് എഴുതിച്ചേക്കാണ്. ഇനി പുതിയതായി കണ്ടെത്തിയ മൂലകങ്ങൾ എന്ന് പറയുന്നത് 2016 4 മൂലകങ്ങൾ കൂടി പീരിയോഡിക് ടേബിളിൽ ചേർക്കപ്പെട്ടു. 2016 കേട്ടോ. ഈ മൂലകങ്ങളെ 7ാം പീരീഡിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 7ാം പീരീഡിൽ 4 മൂലകങ്ങൾ പുതിയതായിട്ട് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു 2016. ഏതൊക്കെയാണ് ഇത്? ഈ അറ്റോമിക് നമ്പർ പഠിച്ചു വയ്ക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അറ്റോമിക് നമ്പർ 113 എന്ന് പറയുന്നത് നിഹോണിയമാണ്, NH നിഹോണിയം ആണ്. 115 MC മോസ്കോവിയം, 117 TS ടെന്നസിൻ, 118 OG ഓഗ്നസൻ. അപ്പോൾ എന്താണ് 113 നിഹോണിയം, 115 മോസ്കോവിയം, 117 ടെന്നസിൻ, 118 ഓഗ്നസിൻ. നിഹോൺ എന്ന ജാപ്പനീസ് ഭാഷയിലുള്ള വാക്കിൽ നിന്നാണ് നിഹോണിയം എന്ന പേര് ആ മൂലകത്തിന് ലഭിച്ചത്. ജപ്പാൻ എന്നതിനാണ് ജാപ്പാനീസ് ഭാഷയിൽ ഉപയോഗിക്കുന്ന വാക്കാണിത്. അപ്പോൾ ഒരേ സൂര്യൻ്റെ നാട് എന്നും ഇതിനർത്ഥമുണ്ട്. അപ്പോൾ നിഹോൺ എന്ന് വെച്ചാൽ എന്താണ്, നിഹോണിയം എന്ന പേരിൽ നിന്നാണ് നിഹോൺ എന്നുള്ള വാക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ജപ്പാൻ ഭാഷയിലാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. ഒരേ സൂര്യൻ്റെ നാടെന്നും ഇതിന് അർത്ഥമുണ്ട്. മോസ്കോവി എന്ന മൂലകത്തിൻ്റെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ പ്രധാനമായി നടത്തിയിരുന്നത് മോസ്കോയിലുള്ള ലാബുകളിലായിരുന്നു. മോസ്കോയിലുള്ള ലാബിലായ കാരണമാണ് അതിന് മോസ്കോവി എന്ന പേര് വന്നത്. ഇനി ടെന്നസൻ എന്ന് പറഞ്ഞ പേര് വന്നതോ ടെന്നസി പ്രദേശത്തെ ലാബുകളിലെ പരീക്ഷണങ്ങളാണ് ടെന്നസിൻ എന്ന മൂലകത്തിന് ആ പേര് വന്നതിൻ്റെ അടിസ്ഥാനം. ഈ 3 മൂലകങ്ങളുടെയും പേരുകൾ ഇവയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളുടെ പേരിൽ നിന്നാണ് ലഭിച്ചത്. സ്ഥലങ്ങളുടെ പേരിൽ നിന്നാണ് ലഭിച്ചത്. എന്നാൽ ഓഗ്നസൻ എന്ന മൂലകത്തിന് പേര് നൽകിയിരിക്കുന്നത് പ്രൊഫസർ യൂറി ഓഗ്നഷൻ എന്ന ന്യൂക്ലിയർ ശാസ്ത്രജ്ഞനോടുള്ള ബഹുമാനാർത്ഥമാണ്. അപ്പോൾ ഓഗ്നസൻ എന്നുള്ള പേര് നൽകിയിരിക്കുന്നത് എന്താണ്, പ്രൊഫസർ യൂറി ഓഗ്നഷൻ എന്ന് പറയുന്ന ഒരു സയൻറ്റിഫിക് ഉണ്ടായിരുന്നു, ന്യൂക്ലിയർ ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥമായിരുന്നു യൂറി ഓഗ്നഷൻ എന്ന ആളുടെ പേരിലാണ് ഓഗ്നസൻ എന്ന മൂലകത്തിന് പേര് നൽകിയിരിക്കുന്നത്. ജീവിച്ചിരിക്കുന്ന ശാസ്ത്രജ്ഞരോടുള്ള ബഹുമാനാർത്ഥം മൂലകങ്ങൾക്ക് പേര് നൽകുന്നതിന് 2ാമത്തെ ഉദാഹരണമാണിത്. അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ പേര് നൽകിയിട്ടുണ്ടായിരുന്നത് 106ാമത്തെ മൂലകമായ സിബോറിയം എന്ന മൂലകത്തിനായിരുന്നു. ഗ്ലെൻ സിബോർഗ് എന്ന അമേരിക്കൻ രസതന്ത്രജ്ഞനോടുള്ള ബഹുമാന സൂചകമായിട്ടായിരുന്നു പേര് നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം രസതന്ത്രജ്ഞൻ എന്ന് പറയുന്നത് സിബോർഗിയം, 106 സിബോർഗിയം ആയിരുന്നു. ആരായിരുന്നു പേര്? ഗ്ലെൻ സിബോർഗ് ആയിരുന്നു. പിന്നീട് എത്രാമത്തെ ആയിരുന്നു നമ്മൾ പറഞ്ഞത്, യൂറി ഓഗ്നേഷ്യൻ 118 അല്ലേ പറഞ്ഞത്. 118ാമത്തെ യൂറി ഓഗ്നേഷ്യൻ എന്ന് പറയുന്ന പേരിലാണ് ഓഗ്നേസ്യൻ എന്ന് പറയുന്ന പേര് നൽകിയിട്ടുണ്ടായിരുന്നത്. ഓക്കെയാണല്ലോ. ഇനി നമുക്ക് 1ാം ഗ്രൂപ്പിലുള്ള മൂലകങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. 1ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഏതൊക്കെയാണ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം എന്നിവയ്ക്കാണ് 1ാമത്തെ ഗ്രൂപ്പ് മൂലകങ്ങളിൽ വരുന്നത്. 1ാമത്തെ ഗ്രൂപ്പ് മൂലകങ്ങളിൽ വരുന്നത് അല്ലേ, നോക്കി നമ്മുടെ ടേബിൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കി 1ാമത്തെ ഗ്രൂപ്പിൽ വരുന്നത് ഹൈഡ്രജൻ അവിടെ നിർത്തിയിട്ടുണ്ട്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം എന്നിവയ്ക്കാണ് ഇതിൽ വരുന്നത് 1ാമത്തെ ഗ്രൂപ്പിൽ വരുന്നത് അല്ലേ.
അപ്പോൾ ഇലക്ട്രോൺ വിന്യാസം അറ്റോമിക് നമ്പർ 3 ആണെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം എത്ര ആയിരിക്കും? 2 1 ആയിരിക്കും. 2 1 ആയിരിക്കും. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിന് മുമ്പത്തെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ക്ലാസ് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പിലുള്ള ചാപ്റ്ററും കൂടി പോയിട്ട് കാണാം കേട്ടോ. സോഡിയം എന്ന് പറയുന്നത് സോഡിയത്തിൻ്റെ 11 ആണ്. അപ്പോൾ 2 8 1 വരും അല്ലേ? 2 8 1 വരും. 10 + 1 11. ഇനി പൊട്ടാസ്യത്തിന് 2 8 8 1, റുബീഡിയം അങ്ങനെ എഴുതി പോവാണ്ട. ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങളിലെ ബാഹ്യതം ഇലക്ട്രോണുകളുടെ എണ്ണത്തിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഉണ്ട് അല്ലേ? എല്ലാത്തിൻ്റെയും ലാസ്റ്റത്തെ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായത് എന്താണ്? ഒന്നാം ഗ്രൂപ്പ് മൂലകമാണ്. അപ്പോൾ നമ്മൾ ഇലക്ട്രോൺ വിന്യാസം എഴുതാണെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ലാസ്റ്റ് വരുന്നത് 1 ആണെന്നുണ്ടെങ്കിൽ അത് ഒന്നാം ഗ്രൂപ്പ് മൂലകമാണെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലായില്ലേ? അപ്പോൾ രണ്ടാം ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് എന്തായിരിക്കും? ലാസ്റ്റ് 2 ആയിരിക്കും, അത് 2 ആയിരിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഗ്രൂപ്പ് നമ്പർ 1 ഉള്ള മൂലക കുടുംബത്തിൻ്റെ പേര് എന്ന് പറയുന്നത് ആൽക്കലി ലോഹങ്ങളാണ്. രണ്ടാമത്തെ ഗ്രൂപ്പ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. 3 മുതൽ 12 വരെ സംക്രമണ മൂലകങ്ങൾ. 13 ബോറോൺ കുടുംബം. കാരണം ബോറോൺ കുടുംബത്തിൽ ഫസ്റ്റ് ബോറോൺ ആണ് വരുന്നത്. അപ്പോൾ കാരണം ബോറോൺ കുടുംബം എന്ന് പറയുന്നത്. 14 കാർബൺ കുടുംബം. 15 നൈട്രജൻ കുടുംബം. 16 ഓക്സിജൻ കുടുംബം. 17 ഹാലജനുകൾ. 18 ഉത്കൃഷ്ടവാതകങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ്. 1 ആൽക്കലി ലോഹങ്ങൾ, 2 ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ, 3 മുതൽ 12 വരെ സംക്രമണ മൂലകങ്ങൾ, 13 ബോറോൺ കുടുംബം, 14 കാർബൺ കുടുംബം, 15 നൈട്രജൻ കുടുംബം, 16 ഓക്സിജൻ കുടുംബം, 17 ഹാലജനുകൾ, 18 ഉത്കൃഷ്ടവാതകങ്ങൾ എന്നിങ്ങനെയൊക്കെയാണ് മൂലകങ്ങൾ വരുന്നത്. പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങൾ എന്ന് പറയുന്നത് നോക്കിയൊക്കെ 1 2 ഗ്രൂപ്പുകളിലെയും അതുപോലെ തന്നെ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിലെയും മൂലകങ്ങൾ പരിശോധിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ എന്തൊക്കെ ഉണ്ട്? ലോഹങ്ങളും അലോഹങ്ങളൊക്കെ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഖരാവസ്ഥയിലുള്ളതും ദ്രാവകാവസ്ഥയിലും വാതകാവസ്ഥയിലുള്ള ലോഹങ്ങളുണ്ട്, അലോഹങ്ങളുണ്ട്. അതുപോലെ തന്നെ എന്താണ് പറയുന്നത്? ഓക്കെ, ഇവിടെ പറയുന്നത് ഉപലോഹങ്ങളും ഈ ഗ്രൂപ്പുകളിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ലോഹങ്ങളും അലോഹങ്ങളും ഉപലോഹങ്ങളും ഈ ഗ്രൂപ്പുകളിൽ കാണപ്പെടുന്നുണ്ട്. എന്താണ് ഉപലോഹം എന്ന് വെച്ചാൽ? മെറ്റലോയിഡ്സ് എന്ന് എന്താണ്? ലോഹ സ്വഭാവവും അലോഹ സ്വഭാവവും രണ്ടും കൂടി പ്രകടിപ്പിക്കുന്ന മൂലകങ്ങളെയാണ് ഉപലോഹങ്ങൾ എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് സിലിക്കൺ, ജെർമേനിയം, ആഴ്സനിക്, ആൻറ്റിമണി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഉപലോഹങ്ങൾ ചോദിച്ചിട്ടുണ്ട്. സിലിക്കൺ, ജെർമേനിയം, ആഴ്സനിക്, ആൻറ്റിമണി. സിലിക്കൺ, ജെർമേനിയം, ആഴ്സനിക്, ആൻറ്റിമണി. സിലിക്കൺ, ജെർമേനിയം, ആഴ്സനിക്, ആൻറ്റിമണി എന്നീ 4 മൂലകങ്ങളാണ് ഉപലോഹങ്ങൾ എന്ന് പറയുന്നത്. സിലിക്കൺ, ജെർമേനിയം, ആഴ്സനിക്, ആൻറ്റിമണി. ഓക്കെ ആണല്ലോ. ഇനി ഗ്രൂപ്പ് 1ലെയും ഗ്രൂപ്പ് 2ലെയും 3 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിലെയും മൂലകങ്ങൾ പ്രധാന ഗ്രൂപ്പ് മെയിൻ ഗ്രൂപ്പ് മൂലകങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങൾ വെച്ചെന്താണ്? ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, 3 മുതൽ 18 വരെയുള്ള 13 മുതൽ 18 വരെയുള്ള മൂലകങ്ങളെയാണ് പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങൾ എന്ന് പറയുന്നത്. ഈ പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഗ്രൂപ്പിൽ സമാനമായ സ്വഭാവങ്ങൾ സ്വഭാവങ്ങളാണ് പ്രകടിപ്പിക്കുന്നത്. ഇവയിൽ ലോഹങ്ങൾ, അലോഹങ്ങൾ, ഉപലോഹങ്ങൾ എന്നിങ്ങനെ 3 വിഭാഗങ്ങളുണ്ട്. ഇവ വ്യത്യസ്ത ഭൗതികാവസ്ഥയിലുള്ള മൂലകങ്ങളെ പ്രതിനിധീകരിക്കുന്നു. അപ്പോൾ ഗ്രൂപ്പിൽ സമാനമായ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നു. ഇവയിൽ ലോഹങ്ങൾ, അലോഹങ്ങൾ, ഉപലോഹങ്ങൾ എന്നിങ്ങനെ വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട മൂലകങ്ങളുണ്ട്. ഇവ വ്യത്യസ്ത ഭൗതികാവസ്ഥയിലുള്ള മൂലകങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ഇനി പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്തുന്ന വിധം പറയുന്നുണ്ട്. നോക്കിയോക്കെ, ലിഥിയം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ലിഥിയം എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 2 1 ഇലക്ട്രോൺ വിന്യാസം. അപ്പോൾ ബാഹ്യതമശലിലെ ഇലക്ട്രോൺ എന്ന് പറയുന്നത് എത്രയാണ്? ലാസ്റ്റ് 1 വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 1 എന്ന് പറയുന്നത് എന്താ ഗ്രൂപ്പാണ്? 1ാമത്തെ ഗ്രൂപ്പാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കാൽസ്യത്തിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 2 2 8 8 2 ആണ്. 2 8 8 2 ആണ്. അപ്പം ലാസ്റ്റത്തെ ഇലക്ട്രോൺ എണ്ണം എന്ന് പറയുന്നത് 2 ആയിരിക്കും അല്ലേ? ബാഹ്യതമശലിൽ 2 ആയിരിക്കും ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. അപ്പം ആ ഗ്രൂപ്പ് എത്രയായിരിക്കും? 2 തന്നെയായിരിക്കും. അപ്പോൾ നമുക്കിവിടെ എന്ത് മനസ്സിലായി? 1 2 ഗ്രൂപ്പിലെ മൂലകങ്ങളിൽ ബാഹ്യതമശലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തെയാണ് അവയുടെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. 1ഉം 2ഉം ഗ്രൂപ്പുകളിലെ മൂലകങ്ങളിൽ ബാഹ്യതമശലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അവയുടെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. ബാഹ്യത ശെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അത്ര തന്നെയാണ് അവയുടെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. ഏതൊക്കെ ഗ്രൂപ്പുകളിലാണ്? 1ഉം 2ഉം ഗ്രൂപ്പുകളിൽ കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ ഗ്രൂപ്പിലും 2 ഗ്രൂപ്പിലും ഏറ്റവും ലാസ്റ്റത്തെ ഇലക്ട്രോണുകളുടെ എണ്ണം വെച്ചിട്ടാണ് നോക്കാമെന്ന് പറഞ്ഞു. ഇനി നമുക്ക് 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിൽ എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം. 1 2 ആണ് നമ്മൾ പറഞ്ഞത്. ലാസ്റ്റ് ഇലക്ട്രോണുകളുടെ എണ്ണമായിരിക്കും അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. ഇനി 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിൽ എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം. ബോറോൺ എന്ന് പറയുന്നത്, ബോറോൺ എന്ന് വെച്ചാൽ 13ാമത്തെ മൂലകമല്ല, 13ാമത്തെ ഗ്രൂപ്പിലെ മൂലകമാണ്. അപ്പോൾ ആറ്റോമിക് നമ്പർ 5 ആണ്. ഇലക്ട്രോൺ വിന്യാസം 2 3 ആണ്. ബാഹ്യതം ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 3 ആണ് അല്ലേ? 3 ആണ്. അപ്പോൾ
എന്ത് ചെയ്തു? ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നതിനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? 3a+10 3a+10 എന്ന് ആഡ് ചെയ്തു അല്ലേ? 3a+10 എന്ന് ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് മനസ്സിലായി ബാഹിതമ ഇലക്ട്രോണുകളുടെ എണ്ണത്തോടൊപ്പം 10 എന്ന സംഖ്യ കൂട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? +10 ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും? ഏത് ഗ്രൂപ്പാണെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ടും പറ്റും. എവിടെ മുതൽ എവിടെ വരെയാണ് നമ്മൾ പറഞ്ഞത്? 13 മുതൽ 18 വരെയാണ് പറഞ്ഞത്. ഇനി 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിലെയാണ് നമ്മൾ സംക്രമണ മൂലകങ്ങൾ എന്ന് പറയുന്നത്. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിനെയാണ് സംക്രമണ മൂലകങ്ങൾ എന്ന് പറയുന്നത്. പീരിയോഡിക് ടേബിളിൽ 2ാം ഗ്രൂപ്പ് കഴിഞ്ഞ് സംക്രമണ മൂലകങ്ങളുടെ 10 ഗ്രൂപ്പുകൾക്ക് ശേഷമാണ് 13ാം ഗ്രൂപ്പ് മുതലുള്ള മൂലകങ്ങൾ വിന്യസിച്ചിരിക്കുന്നത്. നമുക്കറിയാം 3 മുതൽ 12 കഴിഞ്ഞ് ബാക്കിയുള്ളതിന് ശേഷമാണ് 13/4 വരുന്നത്. അപ്പോൾ അതിനുശേഷമാണ് 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പ് ഉള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ ബോറോണിൻ്റെയും അതുപോലെ തന്നെ എന്താണ് പറയുന്നത്? 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പ് നമ്പർ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് +10 ചെയ്താൽ മതി. എന്താണ് പറഞ്ഞത്? 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പ് നമ്പർ കിട്ടുന്നതിനായിട്ട് ലാസ്റ്റ് ഇലക്ട്രോണിൻ്റെ ഒപ്പം എന്ത് ചെയ്താൽ മതി? +10 ചെയ്താൽ മതി. അതായത് ബോറോൺ എന്ന് പറയുന്നത് B ആണ്, അറ്റോമിക് നമ്പർ 5 ആണ്. അപ്പോൾ 2 3 എന്ന് വന്നു. അപ്പോൾ എന്ത് ചെയ്തു? നമുക്ക് ഈ 3 എന്ന് പറയുന്നത് ഇവിടെ ഇട്ടും +10 ചെയ്തപ്പോൾ 13 എന്നുള്ളത് കിട്ടി. അതുപോലെ തന്നെ കാർബണിന് 6 ആണ്. അപ്പോൾ 2 4 എഴുതി. ഈ 4ൻ്റെ ഒപ്പം എന്ത് ചെയ്തു? +10 ചെയ്തു. അപ്പോൾ 14 കിട്ടി. ഇനി ഓക്സിജന് 8 ആണ്. അപ്പോൾ 2 6 എഴുതി. 6ൻ്റെ ഒപ്പം 10 കൂട്ടി 16 കിട്ടി. നിയോണിൻ്റെ 10 കിട്ടി. അതായത് 2ഉം 8 ആണ്. അപ്പോൾ ലാസ്റ്റ് 8 ആണ് വന്നത്. ഈ 8 + 10 18 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. ഇങ്ങനെയാണ് നമ്മൾ മൂലകങ്ങളുടെയും പീരിയോഡ് നമ്പറൊക്കെ കണ്ടുപിടിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നോക്കാം മൂലകങ്ങളുടെ പീരിയോഡ് നമ്പർ കണ്ടുപിടിക്കുന്നത് എങ്ങനെ നോക്കാം. നമുക്ക് ഗ്രൂപ്പ് നമ്പറിൽ എത്ര നേരം വരെ പറഞ്ഞിരുന്നത്. ഇനി എങ്ങനെയാണ് പീരിയോഡ് നമ്പർ കണ്ടെത്തുന്നത് നോക്കാം. പീരിയഡ് നമ്പർ കാണുന്നതിനായിട്ട് സിമ്പിളാണ്. എത്ര ഇലക്ട്രോണുകൾ ആറ്റങ്ങളുടെ ഷെല്ലിൻ്റെ എണ്ണം ഉണ്ടോ അത്രയാണ് അതിൻ്റെ പീരിയഡ് നമ്പർ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഹൈഡ്രജന് 1 അറ്റോമിക് നമ്പർ, ഇലക്ട്രോൺ വിന്യാസം 1, ഷെല്ലുകളുടെ എണ്ണം 1, അപ്പോൾ പീരിയഡ് നമ്പർ എന്ന് പറയുന്നത് 1. നമുക്ക് മനസ്സിലാവുന്നില്ല അല്ലേ? പീരിയഡ് നമ്പർ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഷെല്ല് എന്ന് പറയുന്നത് എത്രയാണ്? ഒരു ഷെല്ലല്ലേ ഉണ്ടായിട്ടുള്ളൂ, 1 മാത്രം വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പീരിയഡ് നമ്പർ 1 നേരും. അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതായത് ഒരു ഷെല്ല് മാത്രമേ ഉള്ളൂ. അപ്പോൾ പീരിയഡ് നമ്പർ എന്ന് വെച്ചാൽ 1 നേരും. ഇനി ബെറിലിയം എന്ന് വെച്ചാൽ 4 അറ്റോമിക് നമ്പർ, 2 2 ആണല്ലേ. അപ്പോൾ ഇവിടെ എത്ര ഷെല്ല് ഉണ്ടായിരിക്കും? 2 2 എന്ന് പറയുമ്പോൾ എത്ര ഷെല്ല് ഉണ്ടായിരിക്കും? 2 ഷെല്ല് ഉണ്ടായിരിക്കും. അപ്പോൾ 2 നേടി കേട്ടോ. അതുപോലെ തന്നെ പൊട്ടാസ്യം എന്ന് പറയുന്നത് 2 8 8 1 ആണ്. അപ്പോൾ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 4 അല്ലേ ഉള്ളത്. 4 ഷെല്ലാണുള്ളത്. അപ്പോൾ 4 നേടി പീരിയഡ് നമ്പർ. ഇവിടെയും എത്രയാണ്? 4 എണ്ണാണുള്ളത്. അപ്പോൾ ഇവിടെ എത്ര എണ്ണയായിരിക്കും? 4 തന്നെയായിരിക്കും പീരിയഡ് നമ്പർ എന്ന് പറയുന്നത്. അങ്ങനെയാണ് പീരിയഡ് നമ്പർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ മൂലകങ്ങളിൽ അവയുടെ ആറ്റങ്ങളിലെ ഷെല്ലുകളുടെ എണ്ണത്തെയാണ് പീരിയഡ് നമ്പർ എന്ന് പറയുന്നത്. എന്താണ് ഉത്കൃഷ്ട വാതകങ്ങൾ അല്ലെങ്കിൽ നോബിൾ ഗ്യാസസ് എന്ന് വെച്ചാൽ എന്ന് നോക്കാം. പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു അല്ലേ, എത്ര മുതൽ എത്ര വരെയാണ് പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങൾ പറഞ്ഞിരുന്നത്? 1 2 പിന്നെ എത്രയാണ് പറഞ്ഞിരുന്നത്? 3 മുതൽ 12 വരെയുള്ള ബാക്കിയുള്ള 12 വരെയുള്ള ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള മൂലകങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഹീലിയം എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു അറ്റോമിക് നമ്പർ 2 പറഞ്ഞു, ഇലക്ട്രോൺ വിന്യാസം 2 പറഞ്ഞു. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 18 ആണ്. ഗ്രൂപ്പ് നമ്പർ എന്ന് വെച്ചാൽ എത്രയാണ്? 18 ആണ് എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ നമുക്ക് നോക്കാനുള്ളത് ഹൈഡ്രജൻ, ഹീലിയം എന്നിവ ഒഴികെയുള്ള മറ്റു മൂലകങ്ങളുടെ ബാഹിതമശയിലിൽ 8 ഇലക്ട്രോണുകൾ ഉണ്ട്. അവ സ്ഥിരത കൈവരിക്കുന്നു. അപ്പോൾ ബാഹിതമശയിൽ 8 ഇലക്ട്രോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? സ്ഥിരത കൈവരിക്കുന്നു എന്ന് പറയും. 8 ഇലക്ട്രോൺ ആണെന്നുണ്ടെങ്കിലാണ് സ്ഥിരത കൈവരിക്കുന്നത് എന്നതിന് അർത്ഥം വരുന്നത്. ഇത്തരത്തിൽ സ്ഥിരത നേടാനാണ് എല്ലാ മൂലക ആറ്റങ്ങളും രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സ്ഥിരത നേടുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ ആറ്റങ്ങളും രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത്. സ്ഥിരത കൈവരിച്ച ഇലക്ട്രോൺ ക്രമീകരണമുള്ളതിനാൽ സാധാരണ നിലയിൽ 18ാം ഗ്രൂപ്പ് മൂലകങ്ങൾ രാസപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാറില്ല. അപ്പോൾ സ്ഥിരത കൈവരിച്ച് ഇലക്ട്രോൺ ക്രമീകരണമുള്ളതിനാൽ സാധാരണ നിലയിൽ 18ാം ഗ്രൂപ്പ് മൂലകങ്ങൾ എന്ന് പറയുമ്പോൾ 18ാം ഗ്രൂപ്പുകളിൽ എല്ലാതും സ്ഥിരത കൈവരിച്ചിട്ടുള്ളതായിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് രാസപ്രവർത്തനങ്ങൾ ഏർപ്പെടാനായിട്ട് ആവശ്യമില്ല. ബാക്കിയുള്ള മൂലകങ്ങൾക്കൊന്നും സ്ഥിരത കൈവരിച്ചിട്ടില്ല. ലാസ്റ്റത്തെ 8 മൂലകങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അത് കാരണം ആ മൂലകങ്ങളാണ് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാറുള്ളൂ എന്നും പറയുന്നുണ്ട്. ഇനി എന്താണ് നമ്മൾ പറഞ്ഞില്ലേ സംക്രമണ മൂലകങ്ങൾ എന്ന് പറയുന്നത്? 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളെയാണ് സംക്രമണ മൂലകങ്ങൾ എന്ന് പറയുന്നത്. 3 മുതൽ 12 വരെ എത്ര ഗ്രൂപ്പ് ഉണ്ട്? 10 ഗ്രൂപ്പുകളാണുള്ളത്. അത് കാരണം കേട്ടോ നമ്മൾ നേരത്തെ +10 ചെയ്തില്ല. ബാക്കി അതിനുശേഷം വരുന്ന 13 മുതൽ വരുന്ന ബാക്കിയുള്ള ആ മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ കാണുന്നതിനായിട്ട് +10 ചെയ്തതാണ്. പീരിയോഡിക് ടേബിളിൻ്റെ ഇടതുഭാഗത്ത് പൊതുവെ ലോഹ സ്വഭാവം കൂടിയ 1ഉം 2 ഗ്രൂപ്പ് മൂലകങ്ങളും വലതുഭാഗത്ത് പൊതുവെ ലോഹ സ്വഭാവം കുറഞ്ഞ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിലെ മൂലകങ്ങളും ആണല്ലോ കാണപ്പെടുന്നത്. അപ്പം എന്താ പറഞ്ഞത്? പീരിയോഡിക് ടേബിളിൻ്റെ ഇടതുഭാഗത്ത് പൊതുവെ ലോഹ സ്വഭാവം കൂടിയ 1ഉം 2 ഗ്രൂപ്പ് മൂലകങ്ങളും വലതുഭാഗത്ത് പൊതുവെ ലോഹ സ്വഭാവം കുറഞ്ഞ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിലെ മൂലകങ്ങളാണ് കാണപ്പെടുന്നത്.
12ാം ഗ്രൂപ്പ് മൂലകങ്ങൾ. 12ാം ഗ്രൂപ്പിലെ മൂലകങ്ങൾ സംക്രമണ മൂലകങ്ങളായിട്ട് പൊതുവെ പരിഗണിക്കപ്പെടുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇവ സംക്രമണ മൂലകങ്ങളല്ല. 12ാം ഗ്രൂപ്പിലെ മൂലകങ്ങൾ സംക്രമണ മൂലകങ്ങളായിട്ട് പൊതുവെ പരിഗണിക്കുന്നുണ്ട് എങ്കിലും അത് സംക്രമണ മൂലകങ്ങളല്ല. 2ാം ഗ്രൂപ്പിലെ ലോഹസ്വഭാവം കൂടിയ മൂലകങ്ങളിൽ നിന്നും 13ാം ഗ്രൂപ്പ് മുതൽ ലോഹസ്വഭാവം പൊതുവെ കുറഞ്ഞ മൂലകങ്ങളിലേക്കുള്ള ക്രമാനുഗതമായ പരിവർത്തനം അഥവാ സംക്രമണം സൂചിപ്പിക്കുന്നതിനാലാണ് 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളെ സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നത്. 2ാം ഗ്രൂപ്പിലെ ലോഹസ്വഭാവം കൂടിയ മൂലകങ്ങളിൽ നിന്നും 13ാം ഗ്രൂപ്പ് മുതൽ ലോഹസ്വഭാവം പൊതുവെ കുറഞ്ഞ മൂലകങ്ങളിലേക്കുള്ള ക്രമാനുഗതമായ പരിവർത്തനം അഥവാ സംക്രമണം സൂചിപ്പിക്കുന്നതിനാലാണ് 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിലെ എന്ന് പറയുന്നത് സംക്രമണ മൂലകങ്ങൾ എന്ന് പറയുന്നത്. 3 മുതൽ 12 വരെയുള്ള 10 ഗ്രൂപ്പുകളിൽ സംക്രമണ മൂലകങ്ങളിൽ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ബാഹ്യതമ ഷെല്ലിൻ്റെ തൊട്ടുള്ളിലുള്ള ഷെല്ലിലാണ്. 3 മുതൽ 12 വരെയുള്ള 10 ഗ്രൂപ്പുകളിൽ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ബാഹ്യതമ ഷെല്ലിൻ്റെ തൊട്ട് ഉള്ളിലുള്ള ഷെല്ലിലാണ്.